ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യർന്ന ഉസ്താദ്മാരെ, സ്നേഹസ്വരൂപങ്ങളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയ ശ്രോതാക്കളെ, സർഗവസന്തം പെയ്തിറങ്ങുന്ന ഈ മുഹൂർത്തത്തിൽ സമസ്ത നയിച്ച നവോത്ഥാനം എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹൈനിൻ വഹാൽ. കേരള മുസ്ലിം മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വിദഗ്ധത്തിന്റെ കരിനാഗങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിന്മേൽ പത്തി വിടർത്തി ഘട്ടങ്ങളിലെല്ലാം അതിനെ പ്രതിരോധിക്കാൻ മുഖ്യധാരാ മുസ്ലിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഉമ്മത്തിനെ മൊത്തത്തിൽ വിഴുങ്ങാൻ മുഅ്തസിലി വാപ്പിൽ നിൽക്കുമ്പോഴാണല്ലോ അഹ്ലു സുന്നയുടെ തേര് തെളിച്ചുകൊണ്ട് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നത്. ഇപ്രകാരം ഐക്യസംഘക്കാർ വിദഗ്ധത്തിന്റെ വിഷബീജങ്ങൾ ജനമനസ്സുകളിൽ കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെയുള്ള മഹാന്മാർ സംഘടിക്കുന്നതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം നൽകുന്നതും. രൂപീകരണ കാലം തൊട്ട് തന്നെ സമസ്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തിനും പ്രചാരണങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധ കോട്ട് കെട്ടുകയും ഇത്തരം അബദ്ധങ്ങളെക്കുറിച്ചും തെറ്റിദ്ധാരണകളെക്കുറിച്ചും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തു. ആദർശ പ്രചരണത്തിന് പുറമെ സമുദായത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ആ സമുദായം വെച്ചു പുലർത്തുന്ന മതബോധത്തിന് വലിയ പങ്കുണ്ട്. ഇത് തന്നെ മനസ്സിലാക്കി സമസ്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ സമസ്ത വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിന് പ്രത്യേക ഊന്നൽ നൽകി. 1951 സെപ്റ്റംബർ 17 തുടക്കം കുറിച്ച ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത സമസ്തയുടെ മദ്രസ സംവിധാനം ഇന്ന് കേരളത്തിൽ ഒരു മതവിദ്യാഭ്യാസ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. 95 വർഷങ്ങൾക്കിപ്പുറം 10,000-ലേറെ മദ്രസകളിലായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് മതവിദ്യ നുകരുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും മലേഷ്യ പോലുള്ള മുസ്ലിം രാജ്യങ്ങളിലും ഇന്ന് സമസ്തയിൽ മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മതത്തെ ആയത്തിൽ മനസ്സിലാക്കിയ മതപണ്ഡിതർ ഉയർന്നു വരാൻ വേണ്ടി സമസ്ത കീഴിലുള്ള മഹല്ലുകളിൽ മുസ്ലിം പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും അടയാളമായി പള്ളിദർസുകൾ പ്രൗഢിയോടെയും പരിശുദ്ധിയോടെയും കൂടി നിലനിൽക്കുന്നു. കേരള മുസ്ലിം ഉമ്മത്തിന്റെ സാംസ്കാരിക രൂപീകരണത്തിലും ആത്മീയ മുന്നേറ്റങ്ങളിലും പ്രധാന ഘടകമായത് ഇത്തരം പള്ളിദർസുകളും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ മഹാന്മാരുമാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ കാലോചിതമായി നടത്താൻ പ്രാപ്തരായ പണ്ഡിതരെ വാർത്തെടുക്കാനും ഇസ്ലാമിക മതവിദ്യാഭ്യാസത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താനും മതബോധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സമസ്ത കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ ഇത്തരം നവോത്ഥാനത്തിലൂടെയുണ്ടായ മതബോധമാണ് കേരള മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് നിദാനം. ഫാഷിസം അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും തീവ്രമായ രീതിയിൽ കളം വാഴുന്ന സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ സമസ്തയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ചരിത്രത്തിന്റെ ഏത് കാലഘട്ടത്തിലും എവിടേക്കോ മുസ്ലിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം സമുദായത്തിലെ ഭിന്നതയാണ് അതിനൊരു പരിധിവരെ ഹേതുവായത്. കേരള മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കൾ ഉപയോഗിച്ചതും ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നയമാണ്. അതിന്റെ പരിണിത ഫലമാണ് വഹാബിസം തൊട്ട് IS വരെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കളുടെ നിലപാടിനൊപ്പം അടിയുറച്ചു നിൽക്കാനും അവർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൈവറ്റാനും ആത്മീയമായ ഒരു ഊർജം കൈമുതലാക്കി സംഭരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
Next call letter F on the stage. Judges, please note F on the stage.